സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്ന പ്രിയദർശിനി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കൊല്ലത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിച്ചു. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നായാണ് പദ്ധതിയെ കാണുന്നതെന്ന് മന്ത്രി പറഞ്ഞു. പദ്ധതി കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. UDF സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി നടപ്പിലാക്കി വരികയാണ്. അധികാരമേറ്റതിന് പിന്നാലെ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞത് അതിന്റെ തെളിവാണ്. പദ്ധതിയുടെ പ്രവർത്തനം വിശദമായി പഠിച്ച് വിലയിരുത്തിയ ശേഷം കൂടുതൽ കാര്യക്ഷമമായും മികവോടെയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നും കൊല്ലത്ത് പ്രിയദർശിനി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു. കേരള ചരിത്രത്തിന്റെ സുവർണ താളുകളിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുന്ന ദിവസത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമായി KSRTC ഓർഡിനറി ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയെ കാണുവാൻ ആഗ്രഹിക്കുന്നു. UDF സർക്കാർ പുതിയുഗ പിറവിക്കായി അധികാരം ഏറ്റെടുത്തപ്പോ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഓരോന്നായി സമയബന്ധിതമായി നടപ്പാക്കുകയാണ്. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഉറപ്പ് നൽകിയ സ്ത്രീകളുടെ സൗജന്യ യാത്ര അത് തൊട്ടടുത്ത ഒരു മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ നടപ്പാക്കി മാതൃകയായി കേരള സർക്കാർ മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും ഇതൊരു വലിയ വിപ്ലവകരമായ അവസരം കൂടിയാണ്. വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാനുള്ളതാണ്. അത് തീർച്ചയായും നടപ്പാക്കുന്ന കേരള സർക്കാരിനോടൊപ്പം കേരളത്തിലെ ജനങ്ങൾ ഉണ്ടാകും. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും ചിന്നക്കട വരെ മന്ത്രി ബസ്സിൽ സഞ്ചരിച്ചു. മേയർ AK ഹഫീസ്, NK പ്രേമചന്ദ്രൻ MP, വിഷ്ണു മോഹൻ MLA, നൌഷാദ് യൂനിസ്, കൗൺസിലർ കുരുവിള ജോസഫ് എന്നിവർ പങ്കെടുത്തു. ഭരണപക്ഷ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആഹ്ലാദ പ്രകടനവും നടത്തി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.